ഇത് വലിയ ചാപ്റ്റർ ആയതുകൊണ്ട് രണ്ടാക്കിയിട്ടാട്ടോ എടുക്കുന്നത്. അപ്പോൾ പുനരഭ്യ ഭാഷത എന്ന് പറഞ്ഞാൽ എന്താണ്? ആ സ്ത്രീ വീണ്ടും പറഞ്ഞു എന്നാണ്. പുനരഭി ഭാഷത, വീണ്ടും പറഞ്ഞു. ആം ബാലകാഹ, അതേ കുട്ടികളെ, വൃക്ഷാനാം അഭി ജീവനമസ്തി, വൃക്ഷങ്ങൾക്കും ജീവനമസ്തി, ജീവനുണ്ട്. വയമിവ, നമ്മെപ്പോലെ തന്നെയാണ്. തേ അഭി, അവയും എന്ന് പറഞ്ഞാൽ എന്താണ്? സസ്യങ്ങളും. തേ അഭി എന്ന് പറഞ്ഞാൽ അവയും. ശ്വസന്തി, അവരും എന്ത് ചെയ്യുന്നു? ശ്വസിക്കുന്നു. പിബന്തി ച, കുടിക്കുകയും ചെയ്യുന്നു. അപ്പം അവരും എന്ത് ചെയ്യുന്നു? നമ്മളെ പോലെ തന്നെ ശ്വസിക്കുകയും കുടിക്കുകയും ചെയ്യുന്നു എന്ന് പറയാണ്. പിന്നെന്താണ് പറയുന്നത്? യദി ഭവതാം സംശയശ്ചേത് അധ്യാപകം പൃച്ഛന്തു. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്താണ്? അധ്യാപകം എന്നേ ഉള്ളൂ, അതുകൊണ്ട് അധ്യാപകനോട് പൃച്ഛന്തു, ചോദിച്ചാലും എന്ന് പറയാണ് ആ സ്ത്രീ. പരേധ്യുഃ തേഷ്വഗേഹു, പരേധ്യുഃ എന്ന് പറഞ്ഞാൽ എന്താണ്? പിറ്റേ ദിവസം. പരേധ്യുഃ പിറ്റേ ദിവസം. തേഷകഃ എന്ന് അവരിൽ ഒരുവൻ. അധ്യാപകം ഉപഗമ്യ, എന്ത് ചെയ്തു? അധ്യാപകന്റെ സമീപത്ത്. ഉപഗമ്യാൻ എന്ന് പറഞ്ഞാൽ അധ്യാപകം ഉപഗമ്യ, അധ്യാപകന്റെ സമീപത്ത് ചെന്നിട്ട് സസ്യങ്ങൾ പ്രാണാൻ ധരന്തി വാ, പ്രാണനെ ധരിക്കുന്നുണ്ടോ, അവർക്ക് പ്രാണനുണ്ടോ, അല്ലെങ്കിൽ അവർ പ്രാണനെ ധരിക്കുന്നുണ്ടോ, വാ ഇത് ശങ്ക പ്രകടയതി എന്നുള്ള ഒരു ശങ്ക പ്രകടിപ്പിച്ചു എന്നാണ് പറയുന്നത്. എന്നൊരു സംശയം, ശങ്ക എന്ന് പറഞ്ഞാൽ സംശയം. പ്രാകടയത് പ്രകടിപ്പിച്ചു. തസ്യ ജിജ്ഞാസാം, തസ്യ എന്ന് പറഞ്ഞാൽ അവൻ്റെ, ജിജ്ഞാസാം വിജ്ഞായ, ജിജ്ഞാസ മനസ്സിലാക്കിയിട്ട് അധ്യാപകം പൃച്ഛന്തു ഇതി, അധ്യാപകൻ ചിരിച്ചുകൊണ്ടാണ് അധ്യാപകൻ പറഞ്ഞു. പരേധ്യുഃ അധ്യാപക ഉപഗമ്യ. അപ്പം എന്ത് ചെയ്തു? അധ്യാപകൻ ശങ്ക പ്രകടിപ്പിച്ചു. അപ്പോൾ തസ്യ ജിജ്ഞാസാം വിജ്ഞായാം, അവരുടെ ആ ജിജ്ഞാസ കണ്ടിട്ട് ബിഹസ്യ, കുറച്ചു നേരം അധ്യാപകൻ ചിരിച്ചുകൊണ്ട് അധ്യാപകൻ പ്രകാരം പറഞ്ഞു. ഭവതാ യത് പൃഷ്ടം, ഭവാനാൽ യത് പൃഷ്ടം എന്താണ് ചോദിച്ചത്? അങ്ങനെ ചോദിക്കാനുണ്ടായ കാരണം എന്താണ്? സസ്യങ്ങൾക്ക് പ്രാണനെ ധരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചത്. തദധികൃത്യ, അതനുസരിച്ചിട്ട് മഹാഭാരതസ്യ, അപ്പോൾ എന്താണോ ചോദിച്ചത് അതിനെക്കുറിച്ചിട്ട്, ഇപ്പോൾ പ്രാണനുണ്ടോ എന്നാണ് ചോദിച്ചത്, അപ്പോൾ അതിനെക്കുറിച്ച് അധ്യാപകൻ പറയാണ്. മഹാഭാരതസ്യ, എന്താണ്? മഹാഭാരതത്തിൻ്റെ ശാന്തി പർവാണി, ശാന്തി പർവ്വതത്തിൽ കശ്ചിത് പ്രസംഗോ അസ്തി, ഒരു ഭാഗമുണ്ട് എന്നാണ് പറയുന്നത്. ഭൃഗു ഭരത്
ഭരദ്വാജ സംവാദ രൂപേണ. എന്താണ് പറയുന്നത്? ഭൃഗു ഭരദ്വാജ, ഭരദ്വാജ എന്നാണ് വായിക്കേണ്ടത് കേട്ടോ. ആദ്യം ഒന്ന് തെറ്റിപ്പോയി. ഭരദ്വാജ. ഭരദ്വാജ സംവാദ രൂപേണ, സംവാദ രൂപത്തിൽ പറയാണ്. തത്ര സസ്യാനി, അവിടെ സസ്യങ്ങൾ, പ്രാണാൻ പ്രാണനെ, ധരന്തി ധരിക്കുന്നു, വോ എന്ന് ധരിക്കുന്നുവോ എന്ന് ഭരദ്വാജഃ ഇതി പൃച്ഛന്തി, ഭരദ്വാജൻ ചോദിക്കുന്നു. അപ്പം എന്താണ്? വൃക്ഷാഹ വൃക്ഷങ്ങൾ, രോഗപീഡിതാഹ ഭവന്തി രോഗപീഡിതരായിട്ട് ഭവിക്കുന്നു. സൂര്യതാപേന എന്താണ്? സൂര്യതാപത്താൽ. തേ സങ്കുചന്തി അവ എന്തു ചെയ്യുന്നു? ചുരുങ്ങുന്നു. അപ്പൊ സൂര്യതാപത്താൽ അവ ചുരുങ്ങുന്നു. പിന്നെന്താണ്? വൃഷ്ട്യ പല്ലവിത ച ഭവന്തി, എന്നല്ല മഴ കൊണ്ട്, വൃഷ്ടി എന്ന് പറഞ്ഞാൽ മഴ കൊണ്ട്, പല്ലവിത ച ഭവന്തി തളിരിടുകയും ചെയ്യുന്നു. ഛിദ്യതേ ചേത്, ഛിദ്യതേ എന്ന് പറഞ്ഞാൽ മുറിക്കുകയാണെങ്കിൽ, തസ്മാത് സ്രവഃ ക്ഷുരന്തി അതിൽ നിന്ന് എന്തുവരും? ഒരു ദ്രാവകം പുറത്തു വരുന്നു. ലതാഹ, ലതാഹ എന്ന് പറഞ്ഞാൽ എന്താണ്? വള്ളികൾ. വൃക്ഷാൻ ഉപഗമ്യ വൃക്ഷങ്ങളെ, ഉപഗമ്യ സമീപിച്ച്, താൻ പരിവേഷ്ട്യന്തേ അവയിൽ ചുറ്റുന്നു, അല്ലെങ്കിൽ എന്താണ്? പടർന്നു കയറുന്നു. എത്ര സൂര്യ അശ്വഹ സൂര്യകിരണങ്ങൾ, തസ്യാം ദിശിതേ ആ ദിശയിലേക്ക്, തേ ഉന്മുഖാഹ ദുഷ്ടന്തി അപ്പം സൂര്യകിരണങ്ങൾ ആ ദിശയിലേക്ക് ആവുമ്പോൾ അവ എന്തായിരുന്നു? ഉന്മുഖരായിട്ട് നിൽക്കുന്നു എന്നാണ് പറയുന്നത്. ഉന്മുഖാഹ തിഷ്ടന്തി. തേ പാദൈഹി അവ പാദം, പാദം എന്ന് പറഞ്ഞാൽ വേര്, ജലം പിബന്തി വേര് കൊണ്ട്, ജലം പിബന്തി ജലം കുടിക്കുന്നു. ഇത്യതഃ എന്നുള്ളത് കൊണ്ട്, പാദപാഹ ഇതി കഥ്യന്തെ അവയെ എന്തറിയപ്പെടുന്നു? പാദപങ്ങൾ എന്നറിയപ്പെടുന്നു, അല്ലെങ്കിൽ എന്ന് പറയപ്പെടുന്നു. അപ്പം വേരുകൊണ്ടാണ് അവർ ജലം കുടിക്കുന്നത് എന്നുള്ളത് കൊണ്ട് അവയെ എന്തു പറയുന്നു? പാദപങ്ങൾ എന്ന് പറയപ്പെടുന്നു. ഇത് വിവിധൈഹി ഇങ്ങനെ പലതരത്തിലുള്ള ലൗകിക ദൃഷ്ടാന്തൈഹി ലൗകിക ദൃഷ്ടാന്തങ്ങൾ, ദൃഷ്ടാന്തം എന്ന് പറഞ്ഞാൽ ഉദാഹരണങ്ങൾ. ഭൃഗു സസ്യങ്ങൾ, സസ്യാനി സസ്യങ്ങൾ, അസും ദദതേ പ്രാണനെ ധരിക്കുന്നുവെന്ന്, വിശദീകരോതി വിശദീകരിക്കുന്നു. ആധുനികേ അഭി ആധുനിക കാലത്തും, ജഗദീഷ് ചന്ദ്രബോസ് ഇത് പ്രഖ്യാതോ പ്രസിദ്ധനായ ഭാരതീയ സസ്യശാസ്ത്രജ്ഞൻ. അപ്പം അദ്ദേഹം, ജഗദീഷ് ചന്ദ്രബോസ് എന്ന് പറയുന്ന വ്യക്തി ആരായിരുന്നു? ഭാരതീയ സസ്യശാസ്ത്രജ്ഞനായിരുന്നു. സസ്യാനി പ്രാണൻ ധരന്തി സസ്യങ്ങളെ പ്രാണൻ ധരിക്കുന്നുവെന്ന്, ബഹുവിധൈഹി പ്രമാണൈഹി പലതരത്തിലുള്ള പ്രമാണങ്ങൾ കൊണ്ട് അദ്ദേഹം എന്തു ചെയ്യുന്നു? സമർത്ഥിക്കുന്നു. അതഹ അതുകൊണ്ട്, വത്സ കുട്ടി, സർവേഷാമപി
എല്ലാ ജന്തുക്കളിലും, അല്ലെങ്കിൽ സർവേഷാം അഭി എന്ന് പറഞ്ഞാൽ എല്ലാം, ജന്തൂനാം ജന്തുക്കളിലും, സസ്യാനാം സസ്യങ്ങളുടെയും. അപ്പോൾ സർവേഷാം അഭി എല്ലാം, ജന്തൂനാം ജന്തുക്കളുടെയും, സസ്യാനാം സസ്യങ്ങളുടെയും, രക്ഷണം രക്ഷണവും, സംരക്ഷണവും, പോഷണവും പോഷണവും, ച സർവധ എല്ലാ പ്രകാരവും, കരണീയം ഭവതി ചെയ്യേണ്ടതാണ്. അപൂർവേണാനേന മുമ്പൊരിക്കലും, വിജ്ഞാനേന കേട്ടിട്ടില്ലാത്ത, പ്രകൃഷ്ടസ്യ അപ്പോൾ മുമ്പെങ്ങാനും കേട്ടിട്ടില്ലാത്ത, വിജ്ഞാനേന ഈ വിജ്ഞാനം കൊണ്ട്, അപൂർവേന അനേന മുമ്പൊരിക്കലും, വിജ്ഞാനേന കേട്ടിട്ടില്ലാത്ത ഈ അർത്ഥം കൊണ്ട്, അല്ലെങ്കിൽ ഈ വിജ്ഞാനം കൊണ്ട്, പ്രഹഷ്ടസ്യ സന്തുഷ്ടനായ. അപ്പം എന്താണ് അതിൻ്റെ അർത്ഥം ഒന്നും കൂടി പറഞ്ഞുതരാം. അപൂർവേന അനേന മുമ്പൊരിക്കലും, വിജ്ഞാനേന കേട്ടിട്ടില്ലാത്ത, വിജ്ഞാനേന അറിവുകൾ കൊണ്ട്, പ്രഹൃഷ്ടസ്യ സന്തുഷ്ടനായ, ബാലകസ്യ ആ കുട്ടിയുടെ, അല്ലെങ്കിൽ ആ കുട്ടിയുടെ മുഖം, വദനം എന്ന് പറഞ്ഞാൽ ആ ആൺകുട്ടിയുടെ മുഖം, എന്താണ് സൂര്യാംശു സ്പർശനേന സൂര്യകിരണത്തിൻ്റെ സ്പർശം കൊണ്ട്, രാജീവം ഇവ താമരപ്പൂവ്. ഇപ്പം രാജീവം എന്ന് പറഞ്ഞാൽ താമരപ്പൂവിൻ്റെ വേറെ വാക്കാണ്. താമരപ്പൂവെന്ന പോലെ, ശനേനൈവ പെട്ടെന്നു തന്നെ, പ്രഫുല്ലമഭവത് വികസിച്ചതായി തീർന്നു. അപ്പോൾ ഒന്നും കൂടി പറയാം. അപൂർവേന അനേന മുമ്പൊരിക്കലും കേട്ടിട്ടില്ലാത്ത, അതാണ് അപൂർവേന അനേന മുമ്പൊരിക്കലും കേട്ടിട്ടില്ലാത്ത, വിജ്ഞാനേന ഈ വിജ്ഞാനം കൊണ്ട്, പ്രകൃഷ്ടസ്യ സന്തുഷ്ടനായ, ബാലകസ്യ ആ ബാലകൻ്റെ, വദനം മുഖം, സൂര്യാംശു സ്പർശനേന സൂര്യകിരണത്തിൻ്റെ സ്പർശം കൊണ്ട്, രാജീവം ഇവ. അപ്പം താമരയുടെ വേറെ വാക്കാണ് രാജീവ. താമരപ്പൂവിനെ പോലെ, ശനനൈവ പെട്ടെന്ന് തന്നെ, പ്രഫുല്ലമഭവത് വികസിച്ചതായി തീർന്നു എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് പദച്ഛേദം നോക്കാം. പദച്ഛേദം. ക്രീഡാം ഇമാം ഭവനാദാഗത്യ അപ്പം ക്രീഡാം ഇമാം ഭവനാദ് ആഗത്യ കാഞ്ചിത് മഹിള പുനരഭ്യഭാഷത പുനഃ അഭാഷത എന്നാണ്. പുനരഭ്യഭാഷത പുനഃ അഭാഷത തേ അധികം സംശയഃ ചേത് ത്വേഷകഃ തേഷു ഏകഃ കിഞ്ചിത് അധികം വിഹസ്യ എന്നാണ്. കിഞ്ചിത് ആദ്യം തെറ്റി പറഞ്ഞു, സോറി. കിഞ്ചിത് വിഹസ്യ ആണ്, കിഞ്ചിത് വിഹസ്യ. അധ്യാപകോ അബ്രവീത് എന്നാണ് ആ വാക്ക് വായിക്കേണ്ടത്. അധ്യാപക അബ്രവീത്. തത് അധികൃത്യ പ്രസംഗഃ അസ്തി ഭരദ്വാജോ ഭരദ്വാജഃ അഭി. ഒന്നുകൂടി പറയാം പദച്ഛേദം. ക്രീഡാം ഇമാം ഭവനാദ് ആഗത്യ. അതാണ് ഭവനാദ് ആഗത്യ എന്ന് പറയുന്നത്. ഭവനാദ് ആഗത്യ അവിടെയാണ് പദം മുറിക്കുക. ഭവനാദാഗത്യ എന്നുള്ള വാക്കാണ് ഭവനാദാഗത്യ. അതാണ് ഭവനാദ് ആഗത്യ. കാഞ്ചിത് മഹിള പുനരഭ്യഭാഷത പുനഃ അഭാഷത
ते अपि संशयश्चेत् संशयः चेत् तेषु एकः किञ्चित् विहस्य अध्यापकः अब्रवीत् तद् अधिकृत्य प्रसङ्गः अस्ति भरद्वाजः अपि रोगविमुक्तिः अपि आधुनिके अधिकम् अपि अपूर्वेण अनेन അത് നീട്ടത്തിൽ വായിക്കണം. അപൂർവേന അനേന ക്ഷണേന ഏവ. ഇനി നമുക്ക് വിഗ്രഹം നോക്കാം. ശാഖപത്രാണി ശാഖ പത്രം ച ശാഖപത്രം താനി ബാലവൃക്ഷസ്യ ബാലഃ ച അസോ വൃക്ഷഃ ബാലവൃക്ഷഃ തസ്യ അന്യതമഃ അനേകേഷു ഏകഃ ശാഖഭംഗേന ശാഖായാഃ ഭംഗഃ ശാഖഭംഗഃ തേന നീരസേന ഉഭേദഃ. അപ്പോൾ അങ്ങനെ രണ്ടാമത്തെ ചാപ്റ്ററും കഴിഞ്ഞിരിക്കുന്നു. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും വീഡിയോസും ഷോർട്സൊക്കെ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇനി സാൻസ്ക്രിറ്റ് ടഫാണെന്ന് തോന്നുകയാണെങ്കിൽ ഓൺലൈൻ ട്യൂഷൻ അവൈലബിൾ ആണ്. അപ്പോൾ 9846770380 ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.